അവിടെ കടന്നു വന്ന വലിയ ഒരു കൂട്ടം പുരുഷാരം, വാതിൽക്കൽ പോലും ഇരിപ്പാൻ സ്ഥലമില്ലാത്ത സാഹചര്യം. ഈ പുരുഷാരത്തിൽ 2-3 പേരെ വിളിച്ചിട്ട് നിങ്ങൾ എന്താണ് ഇവിടെ കാണുന്നത് എന്ന് ചോദിച്ചാൽ ചിലർ പറയും കുറച്ചുപേര് വീടിന്റെ മുകളിൽ കയറുന്ന കാണുന്നുണ്ട്, മറ്റു ചിലർ പറയും മുകളിൽ നിന്ന് പത്രോസ് കണ്ട ദർശനം പോലെ തൂപ്പെട്ടി പോലെ ഒന്ന് ഇറങ്ങി വരുന്നത് കാണുന്നുണ്ട്, മറ്റു ചിലർ പറയും ഇതിന്റെ ആവശ്യം എന്താ, മറ്റു ചിലർ പറയും എന്താണെങ്കിലും ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലായിരുന്നു, മറ്റു ചിലർ പറയും ഒരു രോഗി വരുന്നത് കണ്ടു, ഒരു രോഗിയെ കൊണ്ട് നിറക്കുന്നത് കണ്ടു, പലതും കണ്ടു എന്ന് പറയും. അനേകരും കണ്ടത് അനേക കാര്യങ്ങളാ. എന്നാൽ യേശു ഒരു കാര്യം അവിടെ കണ്ടതായിട്ട് എഴുതുന്നുണ്ട്. 5-ാമത്തെ വാക്യത്തിന്റെ ആരംഭത്തിൽ അതാ എഴുതിയിരിക്കുന്നത്, യേശു അവരുടെ വിശ്വാസം കണ്ടു. ഇന്ന് പ്രഭാതത്തിൽ പുറമേയുള്ള താങ്കളുടെ സൗന്ദര്യമോ താങ്കളുടെ ധനമോ താങ്കളുടെ വിദ്യാഭ്യാസമോ ഒന്നും യേശുവിന് വിഷയമല്ല. യേശു കാണുവാൻ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്, അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസം. മനുഷ്യൻ പുറമെയുള്ളത് കാണുന്നു, പുറമെയുള്ള മുഖത്തിന്റെ ഭാവഭേദങ്ങൾ മനുഷ്യൻ കാണുമ്പോൾ യേശു അവരുടെ വിശ്വാസം കണ്ടു. അവരുടെ പ്രവൃത്തിക്കകത്തു നിന്ന് യേശു കടഞ്ഞെടുത്ത് അതിൻ്റെ ആകെ തുകയെ യേശു കണ്ടു. അതവരുടെ വിശ്വാസമായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ സൗഖ്യമാക്കുന്ന ദൈവമാ. പക്ഷേ ഒരു മാനദണ്ഡമുണ്ട്, അകത്തു വ്യാപരിക്കുന്ന വിശ്വാസമത്രേ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കേണ്ടതിൻ്റെ മാനദണ്ഡം. പ്രിയ സഹോദര, ഇന്ത്യയിൽ ജീവിക്കുന്നവരായ നമുക്ക് ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങണമെങ്കിൽ ഇന്ത്യൻ മണി രൂപ നാം കടയിൽ കൊടുക്കണം. നാം ഇന്ത്യൻ മണി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ രൂപയ്ക്ക് തുല്യമായ സാധനം നമുക്ക് കിട്ടും. എന്നാൽ അമേരിക്കയിൽ ചെന്നാൽ ഇന്ത്യൻ രൂപ അവിടെ കൊണ്ടുപോയി കൊടുത്താൽ ഒരു കടക്കാരനും എടുക്കയില്ല. അവിടെ എടുക്കുന്നത് അമേരിക്കൻ ഡോളറാ. എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കണമെങ്കിൽ ദൈവവുമായി വിനിമയം ചെയ്യേണ്ട നാണയം ഏതാണെന്നറിയാമോ? അതകത്തു വ്യാപരിക്കുന്ന വിശ്വാസമാ. വിശ്വാസത്താൽ അല്ലാതെ ഒന്നും ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വ്യാപരിച്ച് രോഗത്തെ സൗഖ്യമാക്കുവാൻ, ശാപത്തെ നീക്കുവാൻ, പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ചില ആളുകൾ പറയാറുണ്ട്, എൻ്റെ അവസ്ഥ ദൈവം അറിയുന്നല്ലോ, ദൈവം എന്നെ സൗഖ്യമാക്കുന്നെങ്കിൽ സൗഖ്യമാക്കട്ടെ. പക്ഷെ ഇവിടെ നമുക്കൊരു കാര്യം കാണുവാൻ കഴിയുന്നുണ്ട്, തങ്ങളാൽ കഴിയുന്നത് ചെയ്യുവാൻ ചിലർ തയ്യാറായി. അവരവരുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് ചെയ്യുവാൻ അവരവർ തയ്യാറായപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് ചെയ്യുവാൻ ദൈവവും തയ്യാറായി. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതിന് ദൈവം തയ്യാറായി നിൽക്കുന്നു. താങ്കളെ സൗഖ്യമാക്കുവാൻ, പാപപരിഹാരം നൽകുവാൻ, മാനസിക തകർച്ചയ്ക്ക് ആശ്വാസം നൽകുവാൻ യേശു തയ്യാറായി നിൽക്കുന്നു. താങ്കളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട സ്റ്റെപ്പ് ചെയ്യുവാൻ താങ്കൾ തയ്യാറാണോ? നാം വായിച്ച തിരുവചന ഭാഗത്ത് മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് അവർ ചെയ്തത് ഇതായിരുന്നു. വിശ്വാസത്തോടെ അവരുടെ രോഗിയെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നു. യേശുവരുടെ വിശ്വാസം കണ്ടിട്ടാണ് അവരെ സൗഖ്യമാക്കിയത്. ഈ പ്രഭാതത്തിൽ പ്രിയ സ്നേഹിത, ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താങ്കളുടെ ഭാഗത്തു നിന്ന് ആഴത്തിലുള്ള ദൈവത്തിലുള്ള ഒരു വിശ്വാസം ഉടലെടുക്കുമോ? ദൈവമേ, എൻ്റെ രോഗത്തിൽ എന്നെ സൗഖ്യമാക്കുവാൻ നീ ശക്തനാണെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുവെന്ന് ഹൃദയത്തിനകത്ത് ഒരു വിശ്വാസം വ്യാപരിക്കുവാൻ, ഹൃദയം കൊണ്ട് യേശു എൻ്റെ പ്രശ്നത്തിന് പരിഹാരസ്ഥനാണെന്ന് വിശ്വസിക്കുവാൻ താങ്കൾ തയ്യാറാകുമോ? താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായി യേശു താങ്കളുടെ അരികിലേക്ക് അടുത്തു വരികയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകും. അതിൽ രണ്ടു പക്ഷമില്ല. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകും. എന്നാൽ ഒരു കാര്യം,
യേശു നിങ്ങളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഹൃദയം കൊണ്ട് 100% പരിപൂർണമായി യേശു ഇന്ന് താങ്കളെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിപ്പാൻ താങ്കൾക്ക് കഴിയുമോ? വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ അത്ഭുതം താങ്കളുടെ ആത്മാവിൽ, ശരീരത്തിൽ, മനസ്സിൽ അനുഭവിച്ചറിയും. ഒരു നിമിഷം ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കുമോ? ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ രോഗമുള്ള സ്ഥലത്ത് നിങ്ങളുടെ കൈവച്ചാട്ടെ. യേശുവിൻ്റെ കൈ നിങ്ങളുടെ കരത്തിന് മീതെ ഈ സമയം നിങ്ങൾ ആയിരിക്കുന്ന റൂമിൽ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് കടന്നു വരട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ഞങ്ങളുടെ പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്ന, പാപ ജീവിതത്തിന് അടിമയായ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയമുള്ളവരെയും കർത്താവിൻ്റെ തൃക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവരുടെ രോഗം അവരുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവരെ തകർക്കുന്ന ഏത് വിഷയമാകട്ടെ, വർഷങ്ങളായി കിടക്കയിലാക്കിയിരിക്കുന്ന വിഷയങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രോഗം നീങ്ങി സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ സഹോദരൻ, ഈ സഹോദരി സൗഖ്യമാകട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. പാപത്തിന് പരിഹാരം വരുത്തുന്ന കർത്താവേ, അവിടുത്തെ ക്രൂശ് മരണത്തിലുള്ള വിശ്വാസ നിമിത്തം പാപ പരിഹാരം ഏറ്റെടുക്കുവാൻ ഈ വചനം കേൾക്കുന്ന ഓരോ നിന്റെ മക്കളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ. ആമേൻ.